ഹലോ ഫ്രണ്ട്സ്, സിനിമാസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏറ്റവും പുതിയ മലയാളം ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്ത് പറയുന്നത്. അതിലാദ്യത്തേത് ഉണ്ണിമുകുന്ദൻ, മഹിമ നമ്പ്യാർ എന്നിവർ പ്രധാന വേഷമണിഞ്ഞ ഒരു ഫാമിലി എന്റർടൈൻമെന്റ് ഡ്രാമ മൂവിയാണ് ജയ് ഗണേഷ്. കഴിഞ്ഞ മാസം തിയേറ്ററിലേക്ക് എത്തിയ ചിത്രം ഇത് OTT റിലീസിനായി ഒരുങ്ങുകയാണ്. മനോരമ മാക്സ് സ്വന്തമാക്കിയ സിനിമയുടെ OTT റിലീസ് ഈ മാസം അവസാനത്തോടു കൂടി ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ്, കരീന കപൂർ, കൃതി, തബു തുടങ്ങിയവർ അഭിനയിച്ച ഹീസ്റ്റ് കോമഡി ഹിന്ദി സിനിമയാണ് ക്രൂ. 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത് ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയ ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. സിനിമ മെയ് 24-ന് നെറ്റ്ഫ്ലിക്സ് വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ്, ഹിന്ദി സിനിമയിൽ നിന്നും തന്നെ അജയ് ദേവ്ഗൺ നായകനായെത്തിയ ഒരു സ്പോർട്സ് ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ് മൈതാൻ. സയ്യിദ് അബ്ദുൾ റഹീം എന്ന ഫുട്ബോൾ കോച്ചിന്റെ ജീവചരിത്രമാണ് ഈ ഒരു സിനിമ. തിയേറ്ററുകളിൽ പരാജയം സ്വന്തമാക്കിയ സിനിമയുടെ OTT അവകാശങ്ങൾ ആമസോൺ പ്രൈമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം ആമസോൺ പ്രൈമിലൂടെ മെയ് അവസാന ആഴ്ചയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. നാലാമത്തെ അപ്ഡേറ്റ്, ബ്ലസ്സിലൂടെ ആടുജീവിതം എന്ന സിനിമയിൽ നിന്നാണ്. പൃഥ്വിരാജ് നായകനായെത്തി 150 കോടിക്ക് മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് ആടുജീവിതം. സിനിമയുടെ OTT അവകാശങ്ങൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം മെയ് 24-ന് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസ് ചെയ്യുന്നതാണ്. വീഡിയോയിലെ അവസാനത്തെ ഒരു അപ്ഡേറ്റ്, വിനീതിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം. പ്രണവ് മോഹൻലാൽ, വിനീത് ശ്രീനിവാസൻ, നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസൻ, ബേസൽ ജോസഫ്, അജു വർഗീസ് തുടങ്ങിയവർ ഒരുമിക്കുന്ന ഒരു കോമഡി ഡ്രാമ എന്റർടൈൻമെന്റ് മൂവിയാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ. തിയേറ്ററുകളിൽ വൻ വിജയം നേടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സിനിമയുടെ OTT അവകാശങ്ങൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അതിനാൽ ആടുജീവിതത്തിന്റെ റിലീസിന് ശേഷമായിരിക്കും ഈ ഒരു സിനിമ ഹോട്ട്സ്റ്റാർ വഴി OTT റിലീസ് ചെയ്യുക. ഇതുപോലെയുള്ള ഏറ്റവും പുതിയ മലയാളം സിനിമകളുടെ OTT അവകാശങ്ങൾ നേരത്തെ തന്നെ ലഭിക്കുവാനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.